ഇന്നലെ കൂർക്കയ്ക്ക് വില ചോദിച്ചപ്പോഴേ 90 രൂപയാന്ന് പറഞ്ഞേ. അന്നേരം ഞാൻ ചോദിച്ചേ അതന്നെ ഈ 90 രൂപ, കൂർക്ക ഇപ്പൊ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, 90 രൂപ എന്ന് ചോദിച്ചപ്പോ അവര് പറയാ ചേച്ചി വലിയ കൂർക്കയാണ്. ശരിയാട്ടോ, വലിയ കൂർക്കയാ. നമ്മള് കടയിൽ ചെന്ന് ഞാന് വില ചോദിച്ചു. എനിക്ക് എല്ലാത്തിന്റെ വില അറിയണം, വെറുതെ അറിഞ്ഞിരിക്കണം. ഞാനതുകൊണ്ട് എല്ലാത്തിന്റെ വില ചോദിച്ചിട്ടേ സാധനങ്ങളും മേടിക്കുള്ളൂ, അതനുസരിച്ച്. പക്ഷെ സിബിയുടെ കൂടെ പോയാലില്ലേ വില ചോദിക്കുകയല്ല, എല്ലാം 1/2 കിലോ 1 കിലോ എടുത്തോളാൻ പറയും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ? പറയണേ, കമന്റ് പറയണേ. അന്നേരം കൂർക്കയുടെ വില ചോദിച്ചപ്പോ അവര് പറയാ 90 രൂപ. അതുപോലെ ഇല്ലേ ഇത് വെളുത്തുള്ളി, നെല്ലിക്ക ഇല്ലേ, ഞങ്ങളുടെ ഇവിടെ 60 രൂപ. നല്ല നെല്ലിക്ക കേട്ടോ, പുതിയതാണ്, 60 രൂപ. ഇത് വെളുത്തുള്ളി 350 രൂപ 1 കിലോ. ഇതുണ്ടോ വെളുത്തുള്ളി? പക്ഷെ ഉണ്ടല്ലോ വലിയ ചുളയാണ്. രുചി ഉണ്ടോ? അത്ര ഇല്ല, നാടൻ വെളുത്തുള്ളിയുടെ അത്രയും രുചിയില്ല. പക്ഷെ ഒരു ചുള വെളുത്തുള്ളി പൊളിച്ചാ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 350 രൂപ വെളുത്തുള്ളിക്ക് വില, കൂർക്കയ്ക്ക് 90, നെല്ലിക്കായ്ക്ക് 60, അങ്ങനെ വില. അന്നേരം ഞാന് 1/2 കിലോ നെല്ലിക്ക മേടിച്ചെന്നോ, ഒരു 2 ആഴ്ചത്തേക്ക് അച്ചാറ് 1/2 കിലോ മതി. എനിക്കും അമ്മയ്ക്കും മതി അച്ചാറ്. അന്നേരം നെല്ലിക്ക കൂട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ 1/2 കിലോ നെല്ലിക്ക മേടിച്ചു. പിന്നെ സിവി രാവിലെ പോയപ്പോ കൂർക്ക മേടിച്ചു 1 കിലോ. പിന്നെ അച്ചിങ്ങാപ്പയർ മേടിച്ചു. അച്ചിങ്ങാപ്പയറിന് 80 രൂപ വില. അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിന്റെ വില അറിയുന്ന. വീട്ടിലിരുന്നാലും എല്ലാത്തിന്റെ വില അറിയണം. പിന്നെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ, തസിലി ചേച്ചി, ആ ചേച്ചി എന്നോട് പറയണേ എൻ്റെ പേരൊന്ന് പറയണമെന്ന്. അന്നേരം ഞാന് ഹായ് തസിലി ചേച്ചി, ഞാൻ ഇന്ന് പേര് പറയുന്നുണ്ട് ചേച്ചിയുടെ കേട്ടോ. ആ ചേച്ചി പറയണേ എൻ്റെ വീഡിയോ ആ ചേച്ചിയുടെ വീട്ടില് വെച്ചായില്ലേ, ആ വീട് നിറയെ ആൾക്കാരുള്ള പോലെ ആ ചേച്ചിക്ക് തോന്നുന്നു എൻ്റെ വർത്താനം കേൾക്കുമ്പോ. അങ്ങനെ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാ, എന്നാലും ആ ചേച്ചി അങ്ങനെ പറഞ്ഞു. എൻ്റെ വർത്താനം കേൾക്കണം, ലതേനെ ഒന്ന് കാണണം, അങ്ങനെയൊക്കെ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ന് കണ്ടുമുട്ടാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. അന്നേരം നിങ്ങളുടെ കറിയൊക്കെ വെന്തോ? നിങ്ങളുടെ കറി എന്നാന്നൊക്കെ പറയാവോ? പറയണേ. അന്നേരം ഇന്ന് ഞാനൊരു വലിയ വീഡിയോ ഇടാലോ എന്ന് ഓർത്തോണ്ടാ. അന്നേരം എൻ്റെ കൂർക്ക നന്നാക്കലും നടക്കും, കറി വെപ്പും നടക്കും, എല്ലാം നടക്കും. പിന്നെ കൂർക്കയെ വറുത്തരച്ച് കറി വെക്കാം, തേങ്ങാക്കൊത്തിട്ട്. മഞ്ഞമെഴുക്കുരട്ടി വെക്കാം, സബോളയൊക്കെ വഴറ്റി മഞ്ഞമെഴുക്കുരട്ടി വെക്കാം. പിന്നെ കൂർക്ക ചാറ് വെക്കാം. അങ്ങനെ കൂർക്ക ഏത് തരത്തിൽ വേണേലും വെക്കാം അല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്നേ മെഴുക്കുരട്ടി വെക്കാനാ. സിവിക്ക് മെഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം മെഴുക്കുരട്ടി വെക്കും. പിന്നെ നെല്ലിക്ക അച്ചാറിടും. പിന്നെ ഇറച്ചിക്കറി ഇരിപ്പുണ്ട്, പോത്ത. അന്നേരം അതും ചൂടാക്കും, അത് ഫ്രൈ ആക്കും പോത്ത്. അന്നേരം അത് മതി, കുറച്ച് കറി പോരെ. ഇവിടെ ഉച്ചയൂണാണ് നിർബന്ധം എല്ലാവർക്കും. അന്നേരം ഞാൻ അതൊക്കെ വെക്കാൻ തുടങ്ങും. പിന്നെ തുണി അലക്കാനുണ്ട്. പിന്നെ അമ്മ വീഡിയോയ്ക്കകത്ത് വരാത്ത എന്നാന്നോ, അമ്മ ഷുഗർ നോക്കാൻ പോയി. പിന്നെ ഇപ്പൊ അമ്മയ്ക്ക് വീഡിയോയ്ക്കകത്ത് വരാനും മടിയാ. എന്നാന്നറിയാവോ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നില്ലല്ലോ. അന്നേരം ഇപ്പൊ അമ്മ അതാ പറയുന്നേ, എന്തോരം വീഡിയോ ഇട്ട് കൊടുത്താലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ മടിയാ. ഞാൻ പിന്നെ നിങ്ങളെ ഒന്ന് കാണാലോ, കിട്ടുമ്പോ കിട്ടട്ടെ പൈസ, എനിക്ക് നിങ്ങളെ എല്ലാരെയും കാണാലോ എന്ന് ഓർത്ത് ഞാൻ ഇത് നിർത്താതെ കൊണ്ടു നടക്കുക. പക്ഷെ വീഡിയോ ഇടാനുള്ള മൈൻഡ് എനിക്ക് ഇപ്പൊ കുറഞ്ഞു വരുക. വീഡിയോ ഇടാൻ തോന്നുകയല്ല ഇപ്പൊ, വീട്ടിലെ പണി കാരണം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഒരു വീട് മൊത്തം നമ്മൾ നോക്കുമ്പം
എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാ, പിള്ളേരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. സിബി പിന്നെ വീടിന്റെ പണി നടക്കുന്നു, പിന്നെ നമ്മള് ഈ വീട്ടിലെ പണി എല്ലാം കൂടെ ആകുമ്പത്തേനും ശരിയാ, വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. എന്നാലും ഞാൻ വീഡിയോ ഇടും. എനിക്ക് എൻ്റെ ചേച്ചിമാരെ കാണാൻ വേണ്ടി ഞാൻ വീഡിയോ ഇടും, എന്നാ കാണിച്ചാലും ഇടും. അതുകൊണ്ട് ഞാൻ മാത്രം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുക. പിന്നെ പിന്നെ ഞങ്ങൾ കഫേയിൽ നിന്നപ്പോ ഇല്ലേ, എൻ്റെ മക്കള് പറഞ്ഞ അമ്മയും പപ്പായും ഇവിടെ നിന്നോ, ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ അമ്മയ്ക്കും പപ്പായ്ക്കും പൈസ തരാന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ മൂത്ത മോൻ പറഞ്ഞ കിട്ടുന്ന പോലെ അമ്മയ്ക്കും പപ്പായ്ക്കും പൈസ തരാൻ, വീട്ടിൽ പോകുമ്പോ പൈസ തരാന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ, പൈസ വരും പോകും. ഇനിയിപ്പോ പൈസ ഇച്ചിരി കുറവാണേലും നമുക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇച്ചിരി ചുരുക്കി ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിബിക്ക് ഷുഗർ കൂടിപ്പോയി, ഒത്തിരി കൂടിയൊന്നുമില്ല, എന്നാലും സിബിക്ക് ഷുഗറിന്റെ മരുന്ന് ക്ഷീണമാണ്. പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട. അവിടെ കഫേല് പുള്ളി ഭക്ഷണം കഴിക്കുകയില്ല. എല്ലാം വെക്കുന്ന വിളമ്പുന്ന ഒക്കെ കണ്ട് 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 എപ്പോഴും അതെ, ചിക്കനും മീനും ബിരിയാണിയും പോത്തും ഇത് തന്നെയാ സ്പെഷ്യല്. നമ്മുടെ അവിടുത്തെ സ്പെഷ്യല് മീൻ വറുത്തത് 4 കൂട്ടം കാണും, പിന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ പോത്തും കോഴിയും ഉണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും വെക്കുന്ന കാണുമ്പോ ഉണ്ടല്ലോ, പുള്ളിക്ക് ആഹാരം വേണ്ട. പുള്ളി അച്ചാറും ചോറും ഇച്ചിരി, അതും ഇച്ചിരിയേ കഴിക്കുള്ളൂ, 2 സ്പൂണ്. പുള്ളിക്ക് വിശപ്പില്ലായ്മ വന്നു, പിന്നെ ശരീരം മൊത്തം വേദന, ഉറങ്ങാന് കൃത്യം നമുക്ക് പറ്റുന്നില്ല കേട്ടോ. എന്നാന്നോ 5:30 ആകുമ്പം എഴുന്നേക്കും ഞങ്ങള്. കഫേലാകുമ്പോ എറണാകുളത്ത് 5:30 ആകുമ്പോ എഴുന്നേറ്റ 6:30 ആകുമ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 6:30 ആകുമ്പം ഞങ്ങൾ കഫേ ചെല്ലും. എന്നിട്ട് മൊത്തം അടിച്ചു വാരി ഈച്ച പിടിക്കാതെ ലോഷൻ തളിക്കും. മൊത്തം മേശയിലും മുറ്റത്തും തേച്ച് മഴക്കുന്നിടത്തും ഒക്കെ ലോഷൻ തളിക്കും, ഈച്ച പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ലോഷനൊക്കെ തളിച്ചിട്ട് എപ്പോഴും ഇറച്ചിയുടെയും മീൻ്റെയും വെള്ളം മുറ്റത്ത് ഒഴിക്കുന്നതുകൊണ്ടേ ഈച്ച പിടിക്കും. അന്നേരം ലോഷനൊക്കെ തളിച്ച് തൂത്ത് തുടച്ച് വൃത്തിയാക്കി തിരി കത്തിക്കും, മെഴുകുതിരി കത്തിക്കും. ഈശോയുടെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് അന്നേരത്തേനും ചായ അടിക്കുന്ന ചേട്ടൻ വരും. ചായ അടിക്കുന്ന ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് ചായ തരും, ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ തരും. ചായ കുടിക്കുന്ന ഓർമ്മയുണ്ട്. പിന്നെ ഭയങ്കര പണിയാണ് എന്നുവെച്ചാൽ രാവിലത്തെ ഫുഡ് പൊറോട്ടയും ഇടിയപ്പവും ഇറച്ചിക്കറിയും കടലക്കറി അങ്ങനെ എന്തെങ്കിലും. ഉച്ചയ്ക്ക് ഊണ്, അത് സ്പെഷ്യലോട് കൂടി ഊണ്. പിന്നെ വൈകുന്നേരം വേറെ തട്ടുകട പോലെ വൈകുന്നേരം ഇറച്ചി മീന്, പിന്നെ കപ്പ ബിരിയാണി, കപ്പപ്പുഴുക്ക് അങ്ങനെ. പിന്നെ ഞാൻ എന്നും ഇല്ലേ ഒരു കൂട്ടം ചമ്മന്തി അരയ്ക്കും. ഞാൻ എൻ്റെ സ്പെഷ്യല് ചമ്മന്തി. അന്നേരം ഞാൻ മാങ്ങാ ചമ്മന്തി അരച്ചു, കൂട്ടുകറി വെച്ചു ഞാനും ചേച്ചിയും. പിന്നെ നമ്മുടെ ഇങ്ങോട്ടുള്ള അവിയൽ വെച്ച് കൊടുത്തു പിള്ളേർക്ക്. അന്നേരം അവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. എന്താ ആൾക്കാരാന്നറിയോ ഞങ്ങളെ അന്വേഷിച്ച് അവിടെ വരുന്നേ. അമ്മമാരുടെ ഫുഡ് എന്നും പറഞ്ഞിട്ട് എന്തോരം ആൾക്കാരാ, എന്ത് പിള്ളേരെ ഞങ്ങളെ അന്വേഷിക്കുന്ന അവിടെ. അങ്ങനെ സിവിക്ക് വയ്യാണ്ട് വന്നു. പിന്നെ അമ്മയ്ക്ക് കാലുവേദനയും വന്നു. അമ്മയ്ക്ക് കാലുവേദന പിടിച്ചു. അന്നേരം ഞാനില്ലേ പിള്ളേര് തരുന്ന പൈസ നോക്കിയില്ല. പൈസ വേണ്ട, സമാധാനമായിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ മേലെ. പൈസ ഓർത്ത് നമ്മൾ നമ്മുടെ ജീവിതം കളയുന്നത് ശരിയല്ലല്ലോ. അതുമല്ല സിവിക്കൊക്കെ എന്തെങ്കിലും വയ്യാണ്ട് വന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടക്കണം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു, ഇവരുടെ വയ്യാണ്ട് ഓർത്തിട്ട്. എനിക്കും വയ്യാണ്ട് വന്നു കേട്ടോ, മേലെല്ലാം വേദന പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങ് പോന്നു. കഫേന്ന് വരാൻ കാരണം അതാ. സിവിക്ക് തീരെ വയ്യ, ഭക്ഷണവും വേണ്ട, ആഹാരം കഴിക്കുകയല്ലെന്നേ പുള്ളി. അന്നേരം പുള്ളി അതിലെ കൂടെ നടക്കും, ആഹാരം വേണ്ട. ഞാൻ നോക്കിയപ്പം ഇത് കണ്ട് ഞാൻ മടുത്തു.
അന്നേരം ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഞാൻ പപ്പാനെയും മോളിയമ്മേനെയും കൂട്ടി ഞാൻ വീട്ടിൽ പോവുക. നിങ്ങളിവിടെ ജോലിക്കാരെയും വെച്ച് കാര്യങ്ങളൊക്കെ നടത്ത്. പപ്പാനെ ഇവിടെ നിർത്തിയാൽ ശരിയാകുകയല്ല മാനേന്ന് പറഞ്ഞു. അന്നേരം മക്കളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങ് വന്നു. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മൾ മക്കളുടെ പൈസ കണ്ടുകൊണ്ട് നമ്മൾ അവരുടെ പുറകെ നടന്ന് സിവിക്കും അമ്മയ്ക്കും രോഗം പിടിപ്പിക്കുന്നത് ശരിയാണോ? എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. കാര്യം പറഞ്ഞാൽ അവിടെ നല്ല തിരക്കുള്ള സ്ഥലവാ, അവിടെ പൈസയും കിട്ടും നന്നായിട്ട്. യൂട്യൂബില് വീഡിയോ ഇടുന്നേക്കാട്ടിലും ഇരട്ടി പൈസ എൻ്റെ മോൻ എനിക്ക് തരും. പക്ഷെ ഇല്ലേ, എന്തുകൊണ്ടും എനിക്ക് നിങ്ങളെ കാണുന്നതും നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നതും ഒക്കെ എനിക്കിഷ്ടം. ഞാൻ പൈസയുടെ പുറകെ ഒരിക്കലും പോകാറില്ല. എനിക്ക് അറിയത്തില്ല, പൈസ നമുക്ക് വേണം, ആവശ്യത്തിന് ചെലവാക്കണം, അത് ശരിയാ. പക്ഷെ പണം 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 എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കാറില്ല. എനിക്കത് ഇഷ്ടവുമല്ല. അന്നേരം ഞങ്ങള് എറണാകുളത്ത് നിങ്ങൾ പോകുന്നു. ഇനി ഞങ്ങൾ അടുത്ത ആഴ്ച പോകുന്നുണ്ട് കേട്ടോ. നിൽക്കാനൊന്നുമല്ല, എന്നാലും എവിടം വരെയായി കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി പോകുന്നുണ്ട്. അന്നേരം മോനെ സഹായിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ മാങ്ങാച്ചാറില്ലേ, ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കിയായിരുന്നു. ആ മാങ്ങാച്ചാർ അവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് മാങ്ങാച്ചാർ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ അവിടെ ചെന്ന മാങ്ങ ഉണ്ടാക്കേണ്ടി വരും. അന്നേരം മാങ്ങാച്ചാർ ഉണ്ടാക്കും. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും. പൈസ തന്നാലും ഇല്ലേലും എൻ്റെ മക്കളോട് ഞാൻ പൈസ ചോദിക്കുന്നത് ശരിയാണോ? പക്ഷെ എനിക്ക് പൈസ വേണ്ട. പക്ഷെ എനിക്ക് പറ്റുന്ന ഞാൻ അവിടെ ജോലി ചെയ്യും. ഞാൻ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കും അവിടെ ചെന്ന്. ഇനി എനിക്ക് ഒത്തിരി ഐറ്റംസ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. ഫുഡ് അവിടെ കൊടുക്കാൻ, സ്പെഷ്യൽ കൊടുക്കാൻ. ചെമ്മീൻ ചമ്മന്തി, മാങ്ങ ചമ്മന്തി, മാങ്ങ അച്ചാറ്, പിന്നെ മാങ്ങാപ്പഴവും കൊണ്ടുള്ള പുളിശ്ശേരി, പിന്നെ വറുത്തരച്ച ചമ്മന്തി എല്ലാം എനിക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇല്ല, സിവിക്ക് വയ്യാതെ വന്നാൽ പിന്നെ നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് തന്നെ. സിവിക്ക് ഇപ്പോഴും മകനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ വന്നുകൊണ്ട് സിവിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കുകയല്ലോ ആരും അവിടെ ചെന്ന് നിന്നാ. പിന്നെ മകൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമുണ്ടോ? നിന്നിട്ട് കാര്യമില്ല. അയ്യോ, കൊച്ചിയിലെ കൊതുകില്ലേ, നമ്മളെ എടുത്തോണ്ട് പോകും. അത്രയും കൊതുക. ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെന്നന്ന് ഞങ്ങൾ കിടന്നുറങ്ങിയില്ല. അത്രയും കൊതുക, ലക്ഷക്കണക്കിന് കൊതുക നമ്മളെ കുത്തുന്ന. അന്നേരം ഞാൻ പിന്നെ പിറ്റേ ദിവസം കട കണ്ടുപിടിച്ച്, എനിക്ക് കട അറിയത്തില്ലായിരുന്നു അവിടുത്തെ, എന്നാലും ഞാൻ ഇറങ്ങി നടന്നു. ഞാൻ എൻ്റെ ഒപ്പം ഒരു കൊച്ചിനെയും കൂട്ടി ഞാൻ ഇറങ്ങി നടന്നു. എന്നിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ മേടിച്ച്, കൊതുക് തിരിയൊക്കെ മേടിച്ച് വന്നു. പിന്നെ ഉറങ്ങി അന്ന്. അയ്യോ, കൊച്ചിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല കേട്ടോ. നമ്മുടെ കൊതുക് നോക്കുമ്പോ ഇല്ലേ, നമ്മുടെ ചുകര അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുപോലെ കൊതുക് കൊണ്ടുപോണേ നമ്മളെ. അയ്യോ, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റിയല്ല കൊച്ചിയിൽ. അയ്യോ, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാന്നോ, എനിക്കിവിടെ ഇതുണ്ട്, കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 3 തള്ളക്ക്, 3 അമ്മമാർക്ക് കോഴിക്കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം അവരെ നോക്കണ്ടേ, പിന്നെ സിബീന അമ്മേനെ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ അടുത്ത ആഴ്ച ഞാൻ പോകും. വെറുതെ കഫ ഒന്ന് കാണുകയും ചെയ്യാം. മോന് ഇച്ചിരി മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതൊക്കെ കൊടുക്കണ്ടേ, അതൊക്കെ കൊടുത്ത് നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. അന്നേരം പോകും. എന്നാണേലും മക്കള് തുടങ്ങി വെച്ചതല്ലേ അല്ലേ, നമ്മുടെ മക്കളെ തുടങ്ങി വെച്ചതല്ലേ. അന്നേരം അവരെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞാൻ പോകും. അവിടെ ചെന്നിട്ടാണേലും ഞാൻ വീഡിയോ ഇട്ട് തരാവേ, കഫേയുടെ വീഡിയോ ഇട്ട് തരാം. നല്ല എല്ലാവരും വീഡിയോ കാണുമോ? നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിപ്പോൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണേ. കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എനിക്ക് കമൻറ്റിലൂടെ ആണെങ്കിലും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റിയല്ല. ആരെന്നാ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റിയല്ല.
അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോണേ. പിന്നെ ഇനി വെളുത്തുള്ളി പൊളിക്കണം അച്ചാറിടാനായിട്ട്. ഒത്തിരി ദിവസം വെക്കുന്ന അച്ചാർ ഞാൻ ഇടുന്നില്ല കേട്ടോ. നെല്ലിക്ക പെട്ടെന്ന് 2 ആഴ്ചത്തേക്കുള്ള അച്ചാർ വെക്കും. നെല്ലിക്ക അത് മതിയില്ല, അത് മതി എന്നുവെച്ചാൽ കേട് വന്നാലേ പിന്നെ അത് കൂട്ടാൻ പറ്റത്തില്ല. കൂർക്കയിൽ നിൽക്കുകയല്ല ഇന്നത്തെ കറി. മഞ്ഞമെഴുക്കുവരട്ടി വെച്ചാലും നിൽക്കുകയല്ല. വേറെ എന്തെങ്കിലും ഒരു ചാറ് വെക്കണം. ഞാൻ തൈര് കുറേ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാല് മേടിച്ച് വെള്ളം തൊടാതെ പാലങ്ങ് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ചൂടോടെ ചെറു ചൂടോടെ ഒഴിക്കണം. മോര് കലക്കി ഒഴിക്കണം. അന്നേരം രാവിലെ ആകുമ്പോൾ അത് നല്ല കട്ട തൈരാവും. അങ്ങനെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ പണിയും കാര്യങ്ങളും എൻ്റെ ചേച്ചിമാരും എൻ്റെ വീഡിയോ കാണുന്നവരും ഒക്കെ. അന്നേരം നമുക്ക് ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസമാണ്. ഇന്നത്തെ പണിയെല്ലാം ചെയ്യണം. സബോളയ്ക്ക് 50, കഴിഞ്ഞ ആഴ്ച 80 ഈ ആഴ്ചയിൽ 50 സബോള. അന്നേരം ഞാൻ 3 കിലോ സബോള മേടിച്ചു. 3 കിലോ. തക്കാളിപ്പഴത്തിന് 50 തക്കാളിപ്പഴം ഞാൻ ഇന്നലെ 1 കിലോ മേടിച്ചു തക്കാളിപ്പഴം. അങ്ങനെ ഞാൻ എവിടെ ചെന്നാലും വില ചോദിക്കും. അയ്യോ, അങ്ങനെ ഞാനേ ചോറും കറിയൊക്കെ വെക്കട്ടെ. അന്നേരം വീഡിയോ കാണണേ എല്ലാവരുവേ കേട്ടോ. അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ പറയണം. പിന്നെ റിപ്ലൈ തരികയല്ലേന്ന്. റിപ്ലൈ തരാൻ എനിക്കിപ്പോൾ സമയമില്ല. റിപ്ലൈ തരാൻ. ഞാൻ എന്നാ ചെയ്യുന്നേ? എന്നാലും ഞാൻ നോക്കാം റിപ്ലൈ തരാൻ. നേരെ ഞാനൊന്ന് കറി വെക്കട്ടെ. ഇനി വേണം ഇച്ചിരി ചായ തിളപ്പിച്ച് കുടിക്കാൻ. പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പാൽ ചായ കുടിച്ചില്ല. വീഡിയോ എടുത്ത് വെച്ചിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് ഓർത്താ. അന്നേരം ഞാൻ ഇച്ചിരി ചായ തിളപ്പിച്ച് കുടിക്കട്ടെ.